നമ്മൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ നമ്മളടുത്തൊരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നവിടെ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഇന്ന് ന്യൂഡൽഹിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം മറ്റൊരു സംസ്ഥാനമാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ന്യൂഡൽഹിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ വന്നു, കുളിച്ച് ഫ്രഷ് ആയി റൂമിൽ വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒറ്റ കൂട്ടുകാരിയായ സിജിമോളെ വന്നിരിക്കുകയാണ്. സിജിമോളാണെങ്കിൽ ഡൽഹിക്കാരിയാണ്. അപ്പോൾ അവള് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവൾ ഡൽഹി തന്നെ ചൂസ് ചെയ്തത്. അവൾ ഇതുവരെ നാട്ടിലോട്ട് തിരിച്ചു പോയില്ല. അപ്പോൾ ഇവളെയും കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഇതേ മെട്രോയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്കി കാഴ്ചകളിലേക്ക്. ഡൽഹി മെട്രോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു മെട്രോ സംഭവമാണ്. ഇവിടുത്തെ ട്രെയിനുകൾ പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യും. ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ ആദ്യത്തെ എക്സ്പ്ലോറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരെ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. തിരക്കേറിയ ആ ശനിയാഴ്ച ദിവസത്തെ ഡൽഹിയിൽ കൂടെ മെട്രോ ലൈനിലേക്ക്. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാറിലേക്ക് പോവുകയാണ്. കുത്തബ് മിനാറിലെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുത്തബ് മിനാറിലേക്കാണ്. ഷെയർ ആയിട്ടുള്ള റിക്ഷയിൽ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം നമ്മൾ 20 രൂപ കൊടുത്തത് ഈ ഒരു ഓട്ടോയിൽ നമ്മൾ ഇതിലേക്ക് പോവാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഡൽഹി വല. കുത്തബ് മിനാറിൻ്റെ എൻട്രി ഗേറ്റിൽ കടന്നിരിക്കുകയാണ്. ഏകദേശം 35 രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്. നമ്മളപ്പോൾ ഇങ്ങോട്ട് നേരെ കുത്തബ് മിനാറിൻ്റെ അകത്തേക്ക് ഈ ഒരു ഗേറ്റ് പ്രവേശിച്ച് നമ്മൾ നേരെ കുത്തബ് മിനാറിൽ കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ. നമുക്കതുപോലെ കുത്തബ് മിനാറിൻ്റെ ഇവരെടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കണം. എടുക്കാം ഗൈസ്, നമുക്കെടുക്കാം. നമ്മൾ കുത്തബ് മിനാറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പം കുത്തബ് മിനാറിൻ്റെ ഓരോ ആൾക്കാരും അവരവരുടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പ്ലെയിൻ കാണാം ഗൈസ്. പ്ലെയിനും കാര്യങ്ങളെല്ലാം ലാൻഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വിഷ്വൽസും കാര്യങ്ങളും ഓരോരോ പ്ലെയിനുകൾ. കുത്തബ് മിനാർ എന്ത് സുന്ദരം. കുത്തബ് മിനാറെ ടച്ച് ചെയ്യുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന അടുത്ത സംഭവങ്ങൾ. ഇങ്ങനെ പോകാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഗൈസ്. നമുക്കതും കാണാം. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതിന് വെട്ടം വീണിരിക്കുകയാണ്. കുത്തബ് മിനാർ വെട്ടം വീണിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് പഴയ ആർക്കിയോളജിക്കൽ ശില്പങ്ങളും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ പഴയ കൊത്തുപണികളുള്ള പില്ലറുകൾ കാര്യങ്ങൾ. പിന്നാണെന്നുണ്ടെങ്കിൽ ഈ കുത്തബ് മിനാറിൻ്റെ ആർക്കിടെക്ചർ മോഡലുള്ള ഏരിയകൾ കാര്യങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം അടിപൊളിയാണ്. ചന്ദ്രനും സൂര്യനും എല്ലാവരും. ഇത് കുത്തബ് മിനാറിലെ 2 കല്ലറയാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. ഇത് അടുത്ത് വേറൊരു സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് മറ്റ് 2-3 ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. ഇതൊക്കെ തന്നെയുള്ളൂ സാർ ഗൈസ് കുത്തബ് മിനാറിൽ കാണാൻ. ഗേറ്റിലേക്ക് പോവാണ്. ഇന്ത്യ ഗേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിലിപ്പം
അണ്ടർഗ്രൗണ്ട് വഴിയാണ് നമുക്ക് പോകാനുള്ളത്. മേളത്തേത് ഹൈവേ ആണ്. അപ്പം നമുക്ക് നേരെ ഈ അണ്ടർഗ്രൗണ്ട് വഴി പോയിട്ട് നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റ് പഴയ സംഭവങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ അവിടെ അടയ്ക്കും. 8 മണിയാണ് ഇപ്പോൾ സമയം. 8 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡിൽ പോകാം. അങ്ങനെ നമ്മൾ കർത്തവ്യ പത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കർത്തവ്യ പത്താണ് ഓഗസ്റ്റ് 15-ാം തീയതിയും അതുപോലെ തന്നെ നമ്മുടെ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത് ഈ കാണുന്ന കർത്തവ്യ പത്തിലൂടെയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള ഗേറ്റ് വേ, ഇന്ത്യ ഗേറ്റിലേക്ക്. അങ്ങനെ നമ്മൾ കാണുന്ന നമ്മുടെ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊണ്ടിരിക്കുന്നത് നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ഗവൺമെൻറ് ഓഫീസുകളുടെ ഒക്കെ മെയിൻ റോഡുകളിൽ കൂടിയാണ്. ഇതൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഗസ്റ്റ് ഹൗസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ